ഹായ് ഫ്രണ്ട്സ്, 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടായിരുന്നു എൻ്റെ അമ്മായിയുടെ ജീവിത പശ്ചാത്തലവും അവരുടെ മരണത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൻ്റെ അടി വന്ന ഒരു കമൻറ്റിൽ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്: ഞാൻ 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് ഒരു പോൾ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ്, അതായത് ഇപ്പം ആ ഒരു വീഡിയോയിൽ അമ്മായി ഒരു നിരീശ്വരവാദിയായി ജീവിച്ച് മരിച്ചതിൽ എന്താണ് ഇത്ര പ്രത്യേകത? ഇന്നത്തെ കാലത്ത് ആർക്കും എങ്ങനെയും ജീവിച്ച് മരിക്കാം, അതൊരു വലിയ സംഭവമൊന്നും അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്നെപ്പോലെയുള്ളവർ ജീവിക്കുന്നത്, ആൻറ്റിയെപ്പോലെയുള്ള ആളുകൾ ജീവിച്ചിരുന്നത് വളരെയധികം പ്രയാസപ്പെട്ടു തന്നെയാണ്. അതായത് നമുക്ക് ഒരു വിശ്വാസിയായിട്ട്, ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് വിശ്വാസികളാണ്. ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാനായിട്ട് വലിയ ഈ പറഞ്ഞ ആനകുതിര സംഭവമൊന്നും വേണ്ട. നമുക്ക് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വിശ്വാസിയായിട്ട് അങ്ങ് ജീവിക്കാം. പക്ഷേ അവിശ്വാസിയായിട്ട് വിശ്വാസികളുടെ ഇടയിൽ ജീവിക്കാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത്. അതായത് ഈ ചത്ത മീനുകൾക്ക് ഒഴുക്കിൽ ചുമ്മാ അങ്ങോട്ട് ഒഴുകിപ്പോവാം. പക്ഷേ ചാകാത്ത മീനുകൾ മാത്രമേ ഉള്ളൂ ഒഴുക്കിനെതിരെ നീന്തത്തുള്ളൂ. അതെല്ലാവരെ കൊണ്ടും സാധിക്കത്തില്ല. അപ്പോൾ എന്നെ പോലെയുള്ള നിരീശ്വരവാദികൾ അല്ലെങ്കിൽ യുക്തിവാദികളൊക്കെ ഈ ഒഴുക്കിനെതിരെ വിശ്വാസികളാകുന്ന ഒരു കൂട്ടം ജനതയ്ക്കൊപ്പം ഒഴുകാതെ നമുക്ക് ബോധ്യമായ ഒരു കാര്യം അതിനെ മുൻനിർത്തി ജീവിച്ച് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ പോളേട്ടനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അനുമാനം തെറ്റാണ്. അതായത് ഒരാൾ നിരീശ്വരവാദി ആയിക്കഴിഞ്ഞാൽ ആദ്യമേ ഇവർ ചെയ്യുന്നത് ഈ സമൂഹത്തിൽ നിന്ന് നമ്മളെ എങ്ങനെയാലും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഈ ഒറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യമേ വരുന്നത്, നമ്മൾ ചിലപ്പം ചെറുതായപ്പം മുതൽ വിശ്വസിച്ച് വന്നിരുന്ന ഒരു ദൈവം അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ നിന്നാണല്ലോ നമ്മൾ ആദ്യമേ മാറുന്നത്. അപ്പോൾ ആ മാറ്റം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമ്മളെപ്പോൾ ഒരാൾ വെളിയിൽ വന്നിട്ട് ദൈവമില്ല എന്ന് പറയുമ്പോൾ ആദ്യമേ പ്രതികരിക്കുന്നത് ഇവരാണ്, ഈ നമ്മൾ ആയിരുന്ന ആ ഒരു സമൂഹമാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഈയിടെ എന്നെ ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളിയുടെ പരിപാടിക്ക്, അത് പള്ളിയിലെ ഒരു പരിപാടിക്കാണ് പുള്ളി വിളിച്ച് ഞാൻ കുടുംബ ആയിട്ട് ഞങ്ങൾ അവിടെ പോയി. ആ പരിപാടിയിൽ പങ്കെടുത്തു, തിരിച്ചു പോന്നു. അപ്പോൾ അത് പള്ളിയിൽ പോകുന്നവരുടെ ഒരു ചടങ്ങാണ്. അപ്പോൾ അതിലേക്ക് ഇദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നുകൊണ്ട് വരാൻ ക്ഷണിച്ചു. ഞങ്ങളവിടെ ചെന്നു, പരിപാടിയൊക്കെ കണ്ടു, ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നു. പക്ഷേ എൻ്റെ സുഹൃത്തിനോട് ആ പള്ളിയിൽ വരുന്നവർ തന്നെ മാറ്റി നിർത്തി ചോദിച്ചെന്നാണ് പറഞ്ഞത്, എന്തിനാണ് പള്ളിയിൽ വരാത്ത എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതെന്ന്. അദ്ദേഹം അത് വളരെ ആശ്ചര്യത്തോടെ എന്നോട് അത് പറയുകയുണ്ടായി. അപ്പോൾ ഈ രീതിയിലുള്ള ചിന്താഗതികളുള്ള ആൾക്കാരും ഈ പള്ളിയിലുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മളെ എങ്ങനെയാലും ഒറ്റപ്പെടുത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മൾ ചെയ്ത തെറ്റെന്താണ്? ഇവൻ വിശ്വസിക്കുന്ന കഥ നമ്മൾ വിശ്വസിക്കുന്നില്ല, അത്രേ ഉള്ളൂ. വേറെ വിഷയമൊന്നുമില്ല. ഇവനുമായിട്ട്, ഈ ചോദിച്ചവനുമായിട്ട് എനിക്ക് ഒരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ലാത്തവനാണ്. അവൻ വിശ്വസിക്കുന്ന ഒരു കഥ നമ്മൾ വിശ്വസിക്കുന്നില്ലെന്നുള്ളത് മാത്രമാണ് എന്നെ ഒഴിവാക്കണം എന്ന് അവൻ പറയാനുള്ള കാര്യം. അത് ഒന്ന്. പിന്നെ വരുന്നത് നമ്മുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്നാണ്. വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളായിരിക്കും മാറിയിരിക്കുന്നത്. നമ്മുടെ സഹോദരന്മാരോ സഹോദരിമാരോ നമ്മുടെ മാതാപിതാക്കളോ ഒന്നും ഒരുപക്ഷെ ഈ സത്യം മനസ്സിലാക്കി ഇത് ഒരു നുണയാണെന്ന് മനസ്സിലാക്കി മാറിയിട്ടുണ്ടാകുകയില്ല. അപ്പോൾ പിന്നെയുള്ള പിയർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്നാണ്. കുട്ടികളെ വേദപാഠത്തിന് വിടാത്തതിൻ്റെ പേരിൽ ഇവർ നമ്മളെ ശകാരിക്കാൻ ശ്രമിക്കും, അല്ല നമ്മളോട് പല രീതിയിൽ അവർ പറയാൻ ശ്രമിക്കും. അവർ പല രീതിയിലുള്ള മെൻ്റൽ ടോർച്ചറിങ്ങിന് ശ്രമിക്കും. എന്തേലും കുട്ടികൾക്കൊരു പനി വന്നാൽ പോലും ഇവർ തന്നെ വിളിച്ച് പറയും നമ്മളോട്, കണ്ടോ നീ പള്ളിയിൽ പോകാത്തത് കൊണ്ടാണ് നിനക്ക് ഇന്നതൊക്കെ സംഭവിച്ചത്. ഈ രീതിയിലുള്ള മെൻ്റൽ ടോർച്ചറിങ്. പിന്നെ നമ്മളിത് വിളിച്ച് പറയുന്നത് കൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന്
ഏത് ഇവരൊക്കെ വിശ്വസിക്കുന്ന കഥകളൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ലത്തതിൻ്റെ പേരിൽ, നമ്മൾ വിളിച്ചു പറയുന്നതിൻ്റെ പേരിലും ഈ രീതിയിലുള്ള ടോർച്ചറിങ് അത് വേറെയും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള പല പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തിട്ടാണ് ഓരോ നിരീശ്വരവാദിയും ഈ മത സമൂഹത്തിൽ ജീവിക്കുന്നത്. അത് ഏത് മതത്തിൽ വിശ്വസിച്ചിരുന്ന ആളായെന്നാലും ഈ രീതിയിലുള്ള എതിർപ്പുകൾ നല്ലതായിട്ടുണ്ടാവും. പിന്നെ ആൻറ്റിയുടെ ഒരു കാര്യം ഇവർ പറയുന്നത്, ഇപ്പോൾ എന്നോടൊക്കെ എൻ്റെ പല വീഡിയോയുടെ അടിയിലും നിങ്ങൾക്ക് ഒരിക്കൽ മനസ്സിലാകും, നിങ്ങൾക്ക് മാറാ രോഗം, ഇപ്പം നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, മാറാ രോഗം വരുമ്പോൾ നിങ്ങൾ ദൈവത്തെ വിളിക്കും എന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. എൻ്റെ ആൻറ്റിക്കും ഒരു അസുഖമായിരുന്നു, അത് ഡയഗ്നോസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആൻറ്റിയുടെ പ്രത്യേകത, ആൻറ്റി അന്നേരം അടുത്ത പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ച് അവിടെ പോയി പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്. അവർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റാവുന്നിടത്തോളം അവർ എടുത്തു. പിന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് അത് അവർ നിരാകരിച്ചു. അപ്പോൾ എത്ര വലിയ മാരക രോഗം വന്നു കഴിഞ്ഞെന്നാലും ഈ പറഞ്ഞ ദൈവങ്ങളാരും ഒന്നും ചെയ്യത്തില്ല, മരുന്ന് കഴിച്ചെന്നാൽ അതിൻ്റെ പ്രയോജനമുണ്ടാകും. അപ്പോൾ ആ നിലയ്ക്ക് അമ്മായി അത്രയും വലിയ ഒരു രോഗത്തിന് അടിമപ്പെട്ടിട്ടും അവർ കണ്ടെത്തിയ ആ ബോധ്യത്തിൽ, അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. ഇതുപോലെയുള്ള പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തിട്ടാണ് ഓരോ നിരീശ്വരവാദിയും യുക്തിവാദിയും ഈ സമൂഹത്തിൽ നിലകൊള്ളുന്നത് എന്ന് പോളേട്ടനൊന്നും മനസ്സിലാക്കുക. ഓക്കെ.